ശബരിമല സന്നിധാനത്ത് ഏറ്റവും ക്ലേശമേറിയ സേവനങ്ങളിലൊന്നാണ് 18-ാം പടി ഡ്യൂട്ടി. 18-ാം പടിയിലൂടെ ഏറ്റവും വേഗത്തിൽ ഭക്തരെ കടത്തിവിട്ടാൽ സന്നിധാനം മുതൽ പമ്പ വരെയുള്ള ഇടങ്ങളിലെ തിരക്ക് കുറയ്ക്കാനാകും. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അനീഷ, ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തിരക്ക്, റെക്കോർഡ് തിരക്ക് അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ദേവസ്വത്തെ സംബന്ധിച്ചും അവർ വലിയ സംതൃപ്തരാണ്. വരുമാനത്തിലും വലിയ രീതിയിലുള്ള വർധനയുണ്ടാകുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? MS അനീഷ് കുമാറാണ് സന്നിധാനത്ത് നിന്നും ചേരുന്നത്. അനീഷ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്ത് ഇന്നും തിരക്ക് തന്നെയാണോ? അനീഷ, കേൾക്കാമോ? സന്നിധാനത്ത് വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. ഇന്നത്തെ അവസ്ഥ എന്താണ് അനീഷ്? തീർച്ചയായും വലിയ ഭക്തജനത്തിരക്ക് തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വാരാന്ത്യം മുതലാണ് സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ ഒരു കുതിച്ചുചാട്ടം ഉണ്ടായത്. ഏതാണ്ട് 70,000-ലധികം അല്ലെങ്കിൽ 75,000-ലധികം ആളുകൾ പ്രതിദിനം വന്നു പോകുന്നുണ്ടായിരുന്നു. ഇന്നലെയും ഏതാണ്ട് അതിനടുത്ത് തന്നെ ആൾക്കാർ സന്നിധാനത്തേക്ക് എത്തി. ഇന്നിപ്പോൾ രാവിലെ നട തുറന്ന ശേഷം 20,000-ലധികം ഭക്തരെത്തി. 7 മണി വരെയുള്ള കണക്കാണ്. ഇപ്പോൾ ഏതാണ്ട് 25,000 ഭക്തരിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുലർച്ചെ നട തുറന്നപ്പോൾ ഭക്തരുടെ നീണ്ട നിര നടപ്പന്തലും പിന്നിട്ട് താഴേക്ക് നീളുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇന്നലെ വലിയ തോതിൽ ആളുകൾ വന്ന് സന്നിധാനത്ത് തമ്പടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ പമ്പയിലും സന്നിധാനത്തും മറ്റ് ശരണപാതയിലും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെയാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. 18-ാം പടിക്ക് താഴെ ഭക്തർ നിറഞ്ഞു നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ തോതിൽ തീർത്ഥാടകരെത്തുമ്പോഴും കാര്യമായ ദർശനത്തിനോ മറ്റു കാര്യങ്ങൾക്കോ ഇപ്പോഴും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് തീർത്ഥാടകർ പലരും പറയുന്നത്. അവർക്ക് സുഗമമായി അയ്യപ്പ ദർശനത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് 12 വിളക്ക് ദിനമാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായി 12 വിളക്കുമായി ബന്ധപ്പെട്ട വിവിധ ചടങ്ങുകൾ പല ക്ഷേത്രങ്ങളിലുമൊക്കെ നടക്കുന്ന ദിവസം. സാധാരണഗതിയിൽ ശബരിമല സന്നിധാനത്തിന് പുറപ്പെടാൻ വൃശ്ചികം 1-ന് മാലയിട്ടാൽ ഒരു 10 ദിനമെങ്കിലും നോമ്പ് നോറ്റ ശേഷമാണ് ആളുകൾ സാധാരണ ശബരിമലയിലേക്ക് പോകുന്നത്. നമുക്ക് എന്തായാലും ചില ഭക്തരോട് തന്നെ ചോദിക്കാം. എവിടുന്നാ വരുന്നത്? എങ്ങനെയുണ്ടായിരുന്നു മലകയറ്റവും ദർശനം? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. കൂട്ടം തെറ്റിപ്പോയി. കൂടെ ഉള്ളവരെ കണ്ടിട്ടില്ല. ബേക്കിലാണ്, കുറെ മുന്നിലും ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു മലക്കയറ്റമൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല എങ്ങനെയുണ്ട്? ദർശനം നടത്തിയോ? അതോ ദർശനം കഴിഞ്ഞു ഇറങ്ങാൻ പോവാ, തൊഴുതിട്ട് ഇറങ്ങാൻ പോവാ. വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല? ഇല്ല, സുഖദർശനം. ഇതാണ് ഭക്തർ പൊതുവെ പറയുന്നത്. എന്തായാലും അവർ ആദ്യത്തെ ദർശനം കഴിഞ്ഞ് രണ്ടാമത് സിവിൽ ദർശനത്തിലൂടെ ക്യൂ നിന്ന് വീണ്ടും അയ്യപ്പനെ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുന്ന ഭക്തരെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇന്നു മുതൽ കൂടുതൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തും. ഒരു മിനിറ്റിൽ ഏതാണ്ട് 80 പേരെ വെച്ച് 18-ാം പടിയിലൂടെ കയറ്റിവിടുകയാണ് പോലീസ് ലക്ഷ്യം വെക്കുന്നത്. ഇന്നലെ പോലീസിന്റെ പുതിയ ബാച്ച് ചുമതല ഏറ്റെടുത്തിരുന്നു. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിലൊക്കെ ഏതാണ്ട് 70 പേർ വരെ വെച്ചാണ് കടത്തിവിടാൻ കഴിഞ്ഞത്. പക്ഷേ അവർ കൂടുതൽ പരിചയസമ്പത്ത് ലഭിക്കുന്നതോടുകൂടി 80 പേരെ വെച്ച് കടത്തിവിടാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ സന്നിധാനത്തെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ദേവസ്വം ബോർഡും ഉള്ളത്. ശരി, MS അനീഷ് കുമാറാണ് ആ വിവരങ്ങൾ നൽകിയത്.